ഇപ്പോൾ ശാലിനി ശരിയാണ്. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ചരിത്ര വിജയത്തിന് പിന്നാലെ, ആ ചരിത്ര മുഹൂർത്തത്തിനും കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ്. നടപടിക്രമങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര നിമിഷത്തിന്, ചരിത്ര മുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനത്തിനായി നാട് കാത്തിരിക്കുകയാണ്, കേരളം കാത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ നഗരസഭാ മേയർ ആര്, ഡെപ്യൂട്ടി മേയർ ആര് എന്നൊക്കെയുള്ള നമുക്കറിയാം. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരസഭയുടെ കോൺഫറൻസ് ഹാളിലാണ്. ഒരുപക്ഷേ ദൃശ്യങ്ങളിൽ നമുക്കറിയാം എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ഇവിടെയുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഇവിടെയുണ്ട്. പല രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്ന ചിത്രമാണ്. മുതിർന്ന മുൻ കൗൺസിലർ അശോക് സാർ ഉൾപ്പെടെ നഗരസഭയുടെ എല്ലാ മേഖലയിലും പ്രാവീണ്യം തെളിയിക്കാൻ പോകുന്ന ഒരു സമഗ്ര മാറ്റത്തിന് ഉള്ളൊരു ദൃശ്യം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ളവരുണ്ട്, അശോകൻ സാറുണ്ട്. അങ്ങനെ കാഴ്ച നിറയ്ക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 65 പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ മണിക്കൂറിൽ അറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം വോട്ടെടുപ്പ് പൂർത്തിയാകും, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെയധികം കാത്തിരുന്ന ഒരു നിമിഷമാണ്. ആ കാത്തിരുന്ന നിമിഷത്തിനും പ്രഖ്യാപനത്തിനുമൊക്കെയായി നാട് കാതോർക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. 10 ആരംഭിച്ച നടപടിക്രമങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രതികരണം തേടാം എന്നുള്ളതാണ്. കാരണം അവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. നമുക്ക് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന നേതാക്കന്മാരൊക്കെയുണ്ട്. അവരൊക്കെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കേരളത്തിൻ്റെ തലസ്ഥാനം പിടിച്ചാൽ നാട് പിടിച്ചു, ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഭരണം പിടിച്ചു എന്നൊക്കെയുള്ളൊരു ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ നമുക്കുണ്ട്. അതൊക്കെ പങ്കുവെക്കുന്ന, അതൊക്കെ പറഞ്ഞു തരുന്നൊരു ചിത്രം കൂടി, ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആശാനാഥ് BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തി സംസ്ഥാന നേതാക്കന്മാരെയൊക്കെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. എന്തായാലും കാത്തിരിക്കുകയാണ് തലസ്ഥാനത്തിൻ്റെ മേയർ പ്രഖ്യാപനത്തിനായി. ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തേക്കെന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്ക്, അനന്തപുരിയിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് 101 അംഗ നഗരസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയ 100 വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ അവകാശം, അവരുടെ സമ്മതിദാന അവകാശം ഇപ്പോൾ മേയർ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 65 പേരുടെ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അവർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. എന്നാലും നമുക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം നമുക്ക് തേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം ചാരിതാർത്ഥ്യമുള്ളൊരു സമയമാണ്, മുഹൂർത്തമാണ് BJP സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദൃശ്യം എന്നുള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് തന്നെ രാജീവ്ജി ഇപ്പോൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. BJPയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ വളരെയധികം പ്രതീക്ഷയോടെയും സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുകയാണ്. കാരണം ആ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ 65ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മേയർ തെരഞ്ഞെടുപ്പിൽ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BJPയുടെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഉപരി മറ്റ് ജില്ലാ നേതാക്കന്മാരടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകർ താഴെ വളരെയധികം ആഹ്ലാദ പ്രകടനവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്കൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പും നടക്കുക. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ഒരു ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മുഹൂർത്തമാണ്. ഇനി സ്വാഭാവികമായുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ ഒരു സന്തോഷവും ആ ഒരു ആഹ്ലാദവും ഒക്കെയാണ് നേതൃത്വത്തിൻ്റെ ആ മുഖത്തൊന്നാകെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ?
തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ഒരു ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന നിമിഷമാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് BJP ഇത്രയധികം ഭൂരിപക്ഷം നേടിക്കൊണ്ട് BJP തലസ്ഥാന ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭാ ഭരണം പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. അതും ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല. 35 എന്ന പ്രതിപക്ഷ നിരയിൽ നിന്ന് 50ലേക്ക് എത്തുന്നു. അതിനിപ്പോൾ വിഴിഞ്ഞത്തെ ഒരു വാർഡിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അത് ആർക്കൊപ്പം മനസ്സ് ചിന്തിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കണ്ണമൂലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണനടക്കം BJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടുകൂടി 51 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. BJPയുടെ ആ ഒരു ചരിത്ര നേട്ടത്തിൽ മേയറുടെ വോട്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിലവിൽ വോട്ട് രേഖപ്പെടുത്തില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റുകയാണെങ്കിൽ അത് NDAക്ക് അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്കായിരിക്കും തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് BJPയുടെ അണികൾ വലിയ രീതിയിലുള്ള സന്തോഷ പ്രകടനത്തിലാണ്. ഒപ്പം തന്നെ അവരുടെ ശാലി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ ഒരു സന്തോഷത്തിന്റെ വേളയാണ്. ഇനി കേവലം നിമിഷങ്ങൾ മതി ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന്. അനന്തപുരി ഒന്നാകെ ആഹ്ലാദ തിമിർപ്പിലാണ്. നമുക്ക് ആ ഒരു മനോഹരമായ കാഴ്ചകളിലേക്ക് വളരെ വേഗം നമുക്ക് തിരികെ